ഷൈൻ ടോം ചാക്കോ കേരളം വിട്ടിരിക്കുന്നു, തമിഴ്നാട്ടിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമ്മൾ പുറത്തുവിടുന്നത്. ഷൈൻ ടോം ചാക്കോയുടെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചതിൽ നിന്നാണ് അന്വേഷണ സംഘം, അതായത് പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നെന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരുന്നത്. പ്രധാനമായും ഷൈൻ ടോം ചാക്കോയുടെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ലഭിച്ചിരുന്നില്ല. അതിനുശേഷം തന്നെ പലയിടങ്ങൾ കേന്ദ്രീകരിച്ചും പരിശോധനയൊക്കെ നടത്തി, അപ്പോഴും കണ്ടെത്താനായില്ല എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരുന്നത്. അതിന് പിന്നാലെ കൂടിയാണ് ടവർ ലൊക്കേഷൻ പരിശോധിച്ചതിൽ നിന്നും ഷൈൻ ടോം ചാക്കോ തമിഴ്നാട്ടിലാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് സംബന്ധിച്ചുള്ള നിർണായക വിവരം പോലീസിന് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ പോലീസ് ഇപ്പോൾ പറയുന്നത് അവിടെ എത്തി അടിയന്തരമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു കുറ്റകൃത്യം നടന്നിട്ടില്ല, അവിടെ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടില്ല. അതായത് ആ ഹോട്ടൽ മുറിയിൽ നിന്ന് ലഹരി വസ്തുക്കളോ അല്ലെങ്കിൽ അവിടെ ആ ലഹരി ഉപയോഗം നടന്നതായിട്ടൊന്നും തന്നെ സ്ഥിരീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരു കേസ് നിലനിൽക്കുന്നില്ല. ഷൈൻ ടോം ചാക്കോ പ്രതിയല്ല. ഈ ഒരു സാഹചര്യത്തിൽ അവിടേക്ക് പോയി, തമിഴ്നാട്ടിലേക്ക് പോയി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് കൊച്ചി സിറ്റി പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഷൈൻ ടോം ചാക്കോ കേരളത്തിലേക്ക് മടങ്ങിയെത്താൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ മടങ്ങിയെത്തുന്ന വേളയിലായിരിക്കും നോട്ടീസ് നൽകിക്കൊണ്ട് വിളിച്ചു വരുത്തുക എന്നുള്ള സൂചന കൂടിയാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്.